ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് വ്ളോഗെന്ന് പറയുമ്പോൾ യാത്രയോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ, വെറുതെ ഞങ്ങളുടെ ഒരു ഈവനിങ്ങും മാത്രമാണ് കാണിക്കുന്നത്. അധികം വിശേഷമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് അബുദാബിക്ക് പോയിരുന്നു, അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഞാനൊരു കാര്യം പരിചയപ്പെടുത്തുന്നുണ്ട്, ഞങ്ങളുടെ ഫേവറേറ്റ് ഐറ്റം. അപ്പോൾ അത് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കണ്ടതിന് ശേഷം എൻ്റെ അഭിപ്രായം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ പോയത് കാലിദിയയിലുള്ള സലൂണിലാണ്. കണ്ണൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ അങ്ങോട്ടേക്കാണ് പോയത്. ഈ കട എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം ഏട്ടനും കണ്ണനും ഒക്കെ സ്ഥിരം ഹെയർ കട്ട് ചെയ്യുന്നൊരു കടയാണ്. വർഷങ്ങളായിട്ട് ചേട്ടന് പരിചയമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ അത്രത്തോളം ഒരു സൗഹൃദവും ഉണ്ട്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വന്നത് അൽവദ മാളിലേക്കാണ്, ലുലുവിലേക്കാണ് വന്നത്. കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു, വെജിറ്റബിൾ വാങ്ങാനുണ്ടായിരുന്നു, അരി, പച്ചരി, കടല, പയർ, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ കിച്ചണിലെ സാധനങ്ങളൊക്കെ മൊത്തത്തിൽ എനിക്ക് കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വന്ന സമയത്ത് എന്തായാലും അൽവാദയിലേക്ക് കയറി വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഇവിടെ നിന്ന സമയത്ത് സ്ഥിരം വാങ്ങുന്നത് ഇവിടുത്തെ ലുലുന്ന് തന്നെയാണ് വാങ്ങുന്നത്. മന്ത്ലി പർച്ചേസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്ന് എടുത്തു. വെജിറ്റബിളൊക്കെ ഞാൻ 2 ആഴ്ചത്തേക്കുള്ളതേ വാങ്ങിക്കുള്ളൂ. പിന്നെ അരി സാധനങ്ങളൊക്കെ നമ്മൾ 1 മാസത്തേക്ക് കണക്കാക്കിയാണ് വാങ്ങാറുള്ളത്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അരിയും പച്ചരി, ഉഴുന്ന് കാര്യങ്ങളൊക്കെ 1 മാസത്തേക്കുള്ളത് കണക്കാക്കി എടുക്കും. വെജിറ്റബിൾ പിന്നെ 2 ആഴ്ചത്തേക്കുള്ളത് വാങ്ങും. പിന്നെ തീരുമ്പോഴത്തേക്ക് ഏട്ടൻ വാങ്ങിക്കൊണ്ട് വരും. അപ്പോൾ അങ്ങനെയാണ് സാധനങ്ങൾ സാധാരണ എടുക്കാറുള്ളത്. പിന്നെ ഓഫറിന് ഐറ്റംസ്, ഗോതമ്പ് മാവും കാര്യങ്ങളും അരിയൊക്കെ ഓഫറിനുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങി വെക്കാറുണ്ട്. പഞ്ചസാര അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഓഫറിനാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം വാങ്ങി വെക്കാറുണ്ട്.
അപ്പോൾ ലുലുവിലെ പർച്ചേസിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് നമ്മുടെ അബുദാബിയിലുള്ള തന്നെ സഫാരി കഫ്തേരിയയിലേക്കാണ്. സഫാരി ഫ്രഷ് ചിക്കൻ കഫ്തേരിയ. അപ്പോൾ ഈ ഒരു കഫ്തേരിയയിൽ ഞങ്ങൾ വരാനുള്ള കാരണം ഇവിടെ ഒരു റോക്കറ്റ് ഷവർമ കിട്ടും. സത്യം പറഞ്ഞാൽ ഈ ഒരു റോക്കറ്റ് ഷവർമയെ കുറിച്ച് ഞാൻ അറിയുന്നത് നമ്മുടെ വാണ്ടറിങ് ഫുഡിയുടെ വീഡിയോ കണ്ടിട്ടാണ്. വാണ്ടറിങ് ഫുഡി അറിഞ്ഞൂടാത്തൊരു അബുദാബിയിൽ വളരെ കുറവായിരിക്കും. ഈ ഒരു ഷവർമയെക്കുറിച്ചും മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ഷവർമ ഞങ്ങൾ അബുദാബിയിൽ വരുന്ന സമയത്ത് വാങ്ങി കഴിക്കാറുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, ഇഷ്ടമുള്ളൊരു ഷവർമയാണിത്, റോക്കറ്റ് ഷവർമ. അപ്പോൾ അവിടുന്ന് റോക്കറ്റ് ഷവർമയും വാങ്ങിച്ചു. അപ്പോൾ കുട്ടികൾക്ക് ചോക്ലേറ്റ് ന്യൂട്ടെല്ല ചോക്ലേറ്റ് പിന്നെ മിൽക്ക് ഷേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് 2 അവർക്ക് വാങ്ങി. അവർ കാറിലിരുന്ന് തന്നെ അത് കഴിച്ചു. പിന്നെ ഷവർമ വാങ്ങിയിട്ട് ഞങ്ങൾ പാഴ്സൽ വാങ്ങിയായിരുന്നു. വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷമാണ് അത് കഴിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ റോക്കറ്റ് ഷവർമ. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരാൾക്ക്, എത്ര വിശന്നിരിക്കുന്ന ഒരാൾക്കായാലും ഇത്രയും ഫുള്ളായിട്ട് കഴിച്ച് തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഞങ്ങൾ 2 ആണ് വാങ്ങിച്ചത്. കാരണം ഹാഫായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരെണ്ണം ഒരാൾക്ക് കഴിച്ചു തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു ഷവർമയാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ റോക്കറ്റ് ഷവർമ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ റോക്കറ്റ് ഷവർമയും വാങ്ങി. അതിൻ്റെ കൂടെ തന്നെ അവിടുത്തെ ഒരു സ്പെഷ്യൽ ഉണ്ട്, സഫാരി ചിക്കൻ. അതും സൂപ്പറാണ്. സഫാരി സ്പെഷ്യൽ ഷവർമ എന്ന് പറയും. അപ്പോൾ ഇതും മുമ്പ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും ഞങ്ങൾ സ്ഥിരം കഴിക്കുന്നതാണ്. അബുദാബി പോകുമ്പോൾ സ്ഥിരം വാങ്ങുന്ന 2 ഐറ്റമാണ്. ഇത് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഷവർമയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ചിക്കനും അതിൻ്റെ മയോണൈസിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഗാർലിക് മയോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ സാധാരണ പുറത്തുനിന്ന് കഴിക്കുന്ന സാധാരണ ഒരു ഷവർമയിൽ നിന്ന് എന്തോ ഒരു പ്രത്യേകത ആ ഒരു ഷവർമയ്ക്കുണ്ട്. ശരിക്കും നല്ല ഫില്ലിംഗ് ആണ്, നല്ല ജ്യൂസിയാണ്. അങ്ങ് ഫുള്ള് നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ചിക്കനും അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇത് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടില്ല, കഴിച്ചവരായിരിക്കും ഒരുപാടുള്ളത്, എങ്കിലും കഴിക്കാത്തൊരു അബുദാബിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഷവർമയാണിത്. അതുപോലെ ടേസ്റ്റ് തന്നെയാണ് അവരുടെ സ്പെഷ്യൽ സഫാരി ചിക്കൻ. അതിലും ഇതേ ഒരു നമ്മളെ ഷവർമയുടെ ശരിക്കും ആ ഒരു ഗാർലിക് മയോ തന്നെയാണ് ഇതിനകത്തും. പക്ഷേ ഇതിന് കുറച്ച് സ്പൈസിയാണ്, സ്പൈസി ചിക്കനാണ് വെച്ചിട്ടുള്ളത്. സൂപ്പർ ടേസ്റ്റാണ്. നല്ല ഫില്ലിംഗ് ആണ് ഇതിനകത്ത്. ചിക്കനും ഒക്കെ നല്ല അളവ് കൂടുതലാണ് ഇതിൽ. അതുപോലെ തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള സോഫ്റ്റ് ചിക്കനുമാണ്. അപ്പോൾ നിങ്ങളിത് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമുള്ളതാണ് ഈ ഒരു 2 ഐറ്റവും. അപ്പോൾ കഴിക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ കിച്ചണിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഐറ്റംസ് എല്ലാം ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം പുറത്തിരുന്ന് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നാളെ രാവിലെ തന്നെ ഇതെല്ലാം ഒന്ന് പറക്കി ഒതുക്കി ക്ലീനാക്കി വെക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷം, ഈവനിങ് വിശേഷം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്